الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ തൊട്ടു മുമ്പാണ് റോമിലേക്ക് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയക്കാൻ തീരുമാനമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായ സമയത്തും നബി ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നബി മരിക്കുന്നതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ സൈന്യത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായത്. ശനിയാഴ്ച സൈന്യം ഒരുങ്ങി, തിങ്കളാഴ്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം മദീനയിൽ കാര്യങ്ങളാകെ വഷളായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ വെല്ലുവിളികളുണ്ടായിരുന്നു. മുനാഫിക്കുകൾ തലപൊക്കി. ചില ആൾക്കാർ ഇനി ഞങ്ങൾ സക്കാത്ത് തരൂല, സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു. പല അറബ് ഗോത്രങ്ങളും ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയി. മക്കയിലും മദീനയിലും അല്ലാതെ വേറൊരിടത്തും ജുമാ പോലും നടക്കാത്ത അവസ്ഥ. ഇപ്പം ചില സഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പം സാഹചര്യം വളരെ മോശമാണ്, ഈ സമയത്ത് ഉസാമയുടെ സൈന്യത്തെ റോമിലേക്ക് അയക്കണ്ട, നമുക്കിപ്പം മദീനയുടെ സംരക്ഷണമാണ് പ്രധാനം, അതുകൊണ്ട് ആ സൈന്യത്തെ നമുക്ക് പിന്നെ അയക്കാം. അപ്പോൾ ഒന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുക്കുന്നൊരു സ്റ്റാൻഡുണ്ട്. വല്ലാഹി ലാ ഉഹില്ലു ഉഖദതൻ അഖദഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിയ ഒരു കയറ്, ഒരു കെട്ട്, അത് ഞാൻ അഴിക്കുകയില്ല. വലൗ അന്ന ത്വയ്റ തഖ്തഫുനാ വസ്സിബാഅ മിൻ ഹൗലിൽ മദീന. മദീനക്ക് ചുറ്റുമുള്ള വന്യജീവികൾ നമ്മളെ ആക്രമിച്ചാലും പക്ഷികൾ നമ്മളെ റാഞ്ചിക്കൊണ്ടുപോയാലും വലൗ അന്നൽ കിലാബ ജറത് ബി അർജുലി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. നമ്മുടെ ഉമ്മമാരുടെ, നബിയുടെ പത്നിമാരുടെ കാലുകൾ മദീനയിലെ നായ്ക്കൾ കടിച്ചു വലിച്ചാലും ഉസാമയുടെ സൈന്യത്തെ ഞാൻ അയക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം. അപ്പം നബി കെട്ടിയ ഒരു കയറ് അത് ഞാൻ അഴിച്ചു മാറ്റുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം സഹാബിമാർ വേറൊരു അഭിപ്രായം കൂടി പറയുന്നുണ്ട്. ഉസാമത്ത് ബിൻ സെയ്ദ്
കൗമാരക്കാരനാണ്, ടീനേജ് പ്രായത്തിലുള്ള ഒരാളാണ്. ആ ഉസാമത്ത് ബിൻ സെയ്ദിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമിലേക്കുള്ള സൈന്യത്തിൻ്റെ ലീഡറായിട്ട് നിശ്ചയിച്ചത്. ആ സൈന്യത്തിൻ്റെ കീഴിൽ 50 കഴിഞ്ഞ അബൂ ഉബൈദയുണ്ട്, 60-ലെത്തിയ ഉമറുണ്ട്. അപ്പം ചില സഹാബിമാർ വന്നിട്ട് പറഞ്ഞു, ലീഡർ സ്ഥാനത്ത് നിന്ന് ഉസാമയെ നീക്കം ചെയ്യണം, കുറച്ചും കൂടിയൊക്കെ ഒരു പ്രായമുള്ള ഒരാളെ നേതാവാക്കണം. അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവാക്കി നായകനാക്കി നിശ്ചയിച്ച ഒരാളെ ഞാൻ പിൻവലിക്കുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശരിക്കും ഒരു അത്ഭുതമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അജബുൻ ഉജാബ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ഇത്ര കണിശമായ നിലപാടെടുത്ത ഒരാൾ, അള്ളാഹുവിൻ്റെ റസൂല് തീരുമാനിച്ചാണോ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു വർത്താനമില്ല എന്ന് തീരുമാനിച്ച ഒരാൾ. 2 വർഷവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ മദീനയിൽ റബീഉൽ അവ്വൽ 12-ന് ഒരു ജന്മദിനാഘോഷം നടന്നിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദാഘോഷം മദീനയിൽ ഉണ്ടായിട്ടുണ്ടോ? നന്മ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ അബൂബക്കറിനെക്കാളും താല്പര്യമുള്ള, അബൂബക്കറിനെക്കാളും ആവേശമുള്ള റളിയല്ലാഹു അൻഹു വേറെ ആരാണുള്ളത്? അപ്പം ഇന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? ഇത് ദീനല്ല, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന സംഗതിയല്ല. നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വലായ എന്തൊക്കെയാണ് നടക്കുന്നത്? പള്ളികൾ അലങ്കരിക്കുന്നു, ലൈറ്റുകൾ തൂക്കുന്നു, മൗലിദ് ഓതുന്നു, പോത്തിനെ അറുക്കുന്നു, നെയ്ച്ചോറ് വിളമ്പുന്നു, റാലിയാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീനിലുള്ളതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നമ്മളെ അയൽവാസി ഒരു പോത്തിനെ അറുത്തു, മൂപ്പര് നാട്ടുകാർക്കൊക്കെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളാരെങ്കിലും അതിനെ എതിർക്കോ? അവിടെ സഹായിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ പോയിട്ട് സഹായിച്ചു കൊടുക്കും. നാട്ടിലൊരു കല്യാണം നടക്കുകയാണ്, ചോറ് വിളമ്പാൻ ആളില്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ചോറ് വിളമ്പി കൊടുക്കും. ഇത് ദീനിൻ്റെ കാര്യമാണ്. ദീനിൻ്റെ കാര്യത്തിൽ മാ ഖാല അല്ലാഹു വ മാ ഖാല റസൂലുള്ളാഹ്, അത് അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ദീനില്ല. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ, പ്രിയപ്പെട്ട അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, കുല്ല ബിദ്അത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും വഴികേടാണ്. അതിൽ പിന്നെ നല്ലത് ചീത്തതെന്നൊന്നുമില്ല. കുറച്ച് ബിദ്അത്ത് നല്ലതാണ്, കുറച്ച് ചീത്തതാണ്. അപ്പോൾ നല്ലത് പ്രശ്നമില്ല, ചീത്തതാണ് പ്രശ്നം, അങ്ങനെയല്ലല്ലോ നബി പറഞ്ഞത്. എല്ലാ ബിദ്അത്തും വഴികേടാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയതാണിത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ ദീനിനെ പറ്റിയിട്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാത്ത എന്ത് സംഗതിയാണ് ഈ ദീനിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചേരാത്ത എന്താണ് ഈ ദീനിലുള്ളത്? ഇപ്പം ഷമായിലുൻ നബി എന്ന പേരിലൊരു കിതാബുണ്ട്, ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആലയുടെ കിതാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളാണ് ആ കിതാബിലുള്ളത്, ഹദീസുകളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇരുന്നത്, നബി എങ്ങനെയാണ് നടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കിടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ധരിച്ചത് ഏത് കയ്യിലാണ്, ആ മോതിരത്തിൽ എന്താണ് എഴുതി വച്ചിരുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുറുമ എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം എന്താണ്, ആ ഭക്ഷണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് കഴിച്ചിരുന്നത്, നബിയുടെ റൊട്ടി, നബിയുടെ കറി, ഇങ്ങനെ A to Z കാര്യങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച തലപ്പാവ്, നബിയുടെ പടച്ചട്ട. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അദത്തു ഫീ റഅസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹ്യതിഹി ഇല്ലാ 14 ശഅറതൻ ബൈദാ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു ലീഡർ വേറെ ഏതാണ് ലോകത്തുള്ളത്? തലയിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട്, നബിയുടെ എത്ര മുടികൾ നരച്ചിട്ടുണ്ട്, താടി രോമങ്ങളിൽ എത്ര വെളുത്ത രോമങ്ങളുണ്ട് എന്ന് വരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എണ്ണീട്ടുണ്ട്. ആ സഹാബിമാർ സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ നബിയെ സ്നേഹിക്കേണ്ടത്. ചാണിന് ചാണായിട്ട്, മുഴത്തിന് മുഴമായിട്ട് അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നു. ഇപ്പം നമ്മളെ നാട്ടിലെ മനുഷ്യന്മാർ നബിയോടുള്ള സ്നേഹത്തെപ്പറ്റി പറയുന്ന വാക്കിനെ തെറ്റാൻ. ചില ആൾക്കാരെന്താ പറയൽ, ഇഷ്ക റസൂൽ, നബിയോട് റസൂലിനോട് ഇഷ്കാൻ, ഞാൻ ആഷിക്ക റസൂലാണ്, നബിൻ്റെ ആഷിക്കാന്നാ പറയുക. എന്താ ഇഷ്ക് എന്ന് പറഞ്ഞാൽ? ഇഷ്ക് എന്ന് പറഞ്ഞാൽ പ്രണയമാണ്, കാമം കലർന്നിട്ടുള്ള സ്നേഹത്തിനാണ് ഇഷ്ക് എന്ന് പറയുക. അതാണ് നമുക്ക് നബിയോട് വേണ്ടത്.
അതിൻ്റെ ആൾക്കാർ സൂഫിയാക്കളാണ്. അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ടത് മഹബത്താണ്, ഹുബ്ബാണ്. ഇഷ്ക് ആണിന് പെണ്ണിനോട് തോന്നുന്നതാണ്, പെണ്ണിന് ആണിനോട് തോന്നുന്നതാണ്. ഭാര്യയോടും കാമുകിയോടും തോന്നുന്നതാണ് ഇഷ്ക്. അതാണ് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും വേണ്ടത്. ഖുർആനിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നബിയോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഹുബ്ബാണ്, മഹബത്താണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഹുബ്ബാൻ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നമ്മുടെ നാട്ടിൽ ഫ്ലെക്സാണ് ഇഷ്കെ റസൂൽ, ആഷിഖെ റസൂൽ. ആ പ്രയോഗം ശരിയല്ല. പ്രണയമല്ല അള്ളാഹുവിനോടുണ്ടാവേണ്ടത്, റസൂലിനോടുണ്ടാവേണ്ടത്. അള്ളാഹുവിനോടും റസൂലിനോടും ഉണ്ടാകേണ്ടത് മഹബത്താണ്. അറിഞ്ഞിട്ടോ അറിയാതെയോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. അള്ളാഹു ശരിയായിട്ട് മനസ്സിലാക്കാൻ നമ്മളെയൊക്കെ സഹായിക്കട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുക, ഇതൊക്കെ എതിർക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാമത്തെ ഒരു ടീം ഉണ്ടാകും. നിങ്ങളെന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ എതിർക്കാൻ നിൽക്കുന്നത്? ഓരോ വഴിക്ക് പോയിക്കോട്ടെ, നിങ്ങളെ കാര്യങ്ങൾ നോക്കി പോയിക്കോളി, നമ്മളതിലേക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് തോന്നുകയാണ് അത് തിരക്കടില്ല, അത് നല്ലൊരു സമീപനമാണ്, നല്ലൊരു നിലപാടാണ്. അതാണോ ശരിയായ നിലപാട്? ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ച ആൾ ആരാണ്? ഏറ്റവും നല്ല മാർഗം ആരുടെ മാർഗമാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. നബി ഒരു തെറ്റുണ്ടാലും ഉണ്ടാകുന്ന നടക്കല, ഓരോ പാടായി ഞാൻ അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നടക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നബി അങ്ങനത്തെ മാതൃകയാണ് നമുക്ക് കാണിച്ചത്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. ഒരു തെറ്റുണ്ട കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടുക്കണം. ഫഇല്ലം യസ്തതി' ഫബിലിസാനിഹി. അതിന് പറ്റൂലെങ്കിൽ നാവുകൊണ്ട് എതിർക്കുക. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി. അതിനും പറ്റൂലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യുക. വദാലിക അദ്അഫുൽ ഈമാൻ. അതാണ് ഈമാൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ശൈത്താന് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും താല്പര്യമുള്ള തെറ്റേതാണെന്നറിയോ? ബിദ്അത്താണ്. ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ? ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ തൗബ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളുടിയൻ, കുടിയനാണെന്ന് വിചാരിക്കുക. അയാൾ എന്നും കുടിച്ച് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും, കുടുംബത്തിലൊക്കെ ആകെ ചീത്തപ്പേരാണ്. അയാളുടെ ഉള്ളിലൊരു കുത്തുണ്ടാകും. കുടിച്ച് കെട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർക്കൊരു സങ്കടം ഉണ്ടാകും, ഒരു കുറ്റബോധം, ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു കള്ളൻ, മോഷണം നടത്തുന്ന ഒരാൾ, അയാൾ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടാകും, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അയാൾ എന്തെങ്കിലും ഖേദിച്ച് മടങ്ങാനൊരു സാധ്യത ഉണ്ട്. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്നതിൻ്റെ മനസ്സിലെന്താ ഉള്ളത്? നബിദിനം ആഘോഷിക്കുന്നതിൻ്റെ മനസ്സിലെന്താ ഉള്ളത്? ഞാൻ വലിയ അപരാധം ചെയ്യുകയാണെന്നാണോ? ഇത് ബിദ്അത്താണ്, ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതെന്നാണോ? മിഅ്റാജ് നോമ്പെടുക്കുന്നവൻ്റെ മനസ്സിലെന്താ ഉള്ളത്? ബറാത്ത് നോമ്പെടുക്കുന്നവൻ്റെ മനസ്സിലെന്താണുള്ളത്? നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നവൻ്റെ മനസ്സിലെന്താ ഉള്ളത്? ഇത് തെറ്റാന്നാ? അല്ല, ഇത് അള്ളാഹുവിൻ്റെ അടുക്ക വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള പണിയാണ്. ഇതിനെ എതിർക്കുന്ന ആൾക്കാരോ ഒരു മോശക്കാരാണ്. ഇതാണ് ബിദ്അത്ത് ചെയ്യുന്ന ഒരാളുടെ മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് ശിർക്ക് കഴിഞ്ഞാൽ ശൈത്താന് പിന്നെ ഏറ്റവും ഇഷ്ടം ബിദ്അത്ത് ചെയ്യുന്നതാണ്. ചില മനുഷ്യന്മാർക്കൊക്കെ ഇത് അറിയാത്തത് കൊണ്ടാണ്, സാധുക്കളായതുകൊണ്ടാണ്. അവരിതറിഞ്ഞാൽ നമ്മളെക്കാൾ ഉഷാറായിട്ട് അവരതിനെ എതിർക്കുകയും ചെയ്യും. അപ്പോൾ നല്ലതല്ലേ, നമ്മൾ മദ്ഹ് പറയല്ലേ, ദിക്ർ ചൊല്ലല്ലേ, നബിയെ പുകഴ്ത്തല്ലേ, ഭക്ഷണം കൊടുക്കല്ലേ, വിതരണം ചെയ്യല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മുടെ ദീനിന് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ? നല്ലതല്ലേ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ദീനിൽ കാട്ടിക്കൂട്ടാൻ നമുക്ക് അവകാശം. നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു കിതാബ് ഇറക്കി തന്നത്, അള്ളാഹു നബിമാരയച്ചത്? ഒറ്റ സംഭവം കൂടി പറയാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അന്വേഷിച്ചിട്ട് ഇബ്നു മസ്ഊദിൻ്റെ വീട്ടിലേക്ക്. ഇബ്നു മസ്ഊദിനെ ചെന്ന് കണ്ടു. ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, ഞാൻ മദീന പള്ളിയിൽ ഒരു കാഴ്ച കണ്ടു. എനിക്കത് മുമ്പ് പരിചയമില്ല, അത് വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ അപരിചിതമായൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്താ നിങ്ങളവിടെ മദീന പള്ളിയിൽ കണ്ടത്? അപ്പോൾ അവിടെ നിസ്കാരത്തിന് കാത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, ഓരിങ്ങനെ വട്ടം കൂടി ഇരിക്കുന്നുണ്ട്, പല സംഘങ്ങളായിട്ടാണ്. എല്ലാ സംഘത്തിനും ഓരോ ലീഡറുണ്ട്, അവരുടെ കയ്യിൽ ചരൽക്കല്ലുകളുണ്ട്. എന്നിട്ട് ഈ ലീഡർ ഇങ്ങനെ പറയും, കബ്ബിറൂ മിഅ, നിങ്ങൾ 100 തവണ തക്ബീർ ചെല്ലുക. അപ്പോൾ എല്ലാവരും 100 തവണ തക്ബീർ ചെല്ലുകയാണ്. ഹല്ലിലൂ മിഅ, അപ്പോൾ എല്ലാവരും 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സബ്ബിഹൂ മിഅ, അപ്പോൾ എല്ലാവരും 100 തവണ
തസ്ബീഹ് ചൊല്ലുക. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ മൂസ എന്നിട്ട് നീ എന്താണ് അവരോട് പറഞ്ഞത്? ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നേരെ മദീന പള്ളിയിലേക്ക് പോവാൻ. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ പരിപാടി? പറഞ്ഞു, നമ്മൾ തക്ബീർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, അതിൻ്റെ എണ്ണം പിടിക്കുന്നു. ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾക്ക് നിങ്ങളെ തെറ്റുകൾ എണ്ണി കണക്കാക്കിക്കൂടെ ചങ്ങായിമാരെ? മാ അസ്റാ ഹലകതകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ഹൗലായി സഹാബത്തി നബിയിക്കും മുതവാഫിറൂൻ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഈ മദീനയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. വസിയാബുഹു ലം തുബ്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുത്ത വസ്ത്രം നുരുമ്പി പോയിട്ടില്ലല്ലോ. വആനിയതുഹു ലം തുക്സർ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്ന പാത്രം അത് പൊട്ടിപ്പോയിട്ടില്ല. എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. ആരോടത് പറയുന്നത്? ആരോടാ ഇത് പറയുന്നത്? പള്ളിയിലിരുന്ന് കൂട്ടത്തിൽ ദിക്ർ ചൊല്ലിയ മനുഷ്യന്മാരോടാണ്. ഒരു വട്ടത്തിലിരുന്നിട്ട് ബാക്കിയുള്ളവൻ്റെ കുറ്റം കുറവും പറഞ്ഞ് പരദൂഷണം പറഞ്ഞിരുന്ന ആൾക്കാരല്ല, ദിക്ർ ചൊല്ലിയവർ, തസ്ബീഹ് ചൊല്ലിയവർ. അപ്പോൾ അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇത് നല്ല കാര്യമല്ലേ, അതേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, എത്ര 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 ആൾക്കാരാണ് നന്മ ആഗ്രഹിക്കുന്നത്, പക്ഷെ ഓർക്കൊന്നും ആ നന്മ കിട്ടുന്നില്ലല്ലോ. ഞാൻ പ്രിയപ്പെട്ടവരെ, നല്ലതല്ലേ, മദ്ഹ് പറയല്ലേ, ദിക്ർ ചൊല്ലല്ലേ, നബിയെ പുകഴ്ത്തല്ലേ, ഭക്ഷണം വിതരണം ചെയ്യല്ലേ എന്ന് പറയുന്ന ആൾക്കാരോട് നമുക്കും പറയാനുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു. അങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന എത്ര എത്ര മനുഷ്യന്മാരുണ്ട്, ഓർക്കൊന്നും ആ നന്മ കിട്ടുന്നില്ലല്ലോ. അള്ളാഹു ദീന് മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ, ദീന് ശരിയായിട്ട് ആചരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.